നമ്മുടെ വീട്ടിലൊക്കെ മീൻ വളർത്ത് കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കൃഷി ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ പലപ്പോഴും മീൻ വളർത്തുന്നവർ അതിൽ നിന്ന് വെള്ളം അടിച്ച് മാറ്റാൻ വേണ്ടി ഒരു പമ്പ് വേണം, പിന്നെ അതിൻ്റെ ഒരു ഫിൽറ്ററിങ് പമ്പ് ഉണ്ടാവും, അങ്ങനെ കുറേ ചിലവുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മളിവിടെ തോട്ടത്തിലൊരു മീനിൻ്റെ കുളമുണ്ട്, കൊടതാക്കുളം. നിങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള പമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിലേക്ക് വെള്ളം അടിക്കുന്നൊരു പമ്പ് എന്നല്ലാതെ മറ്റ് പമ്പുകളൊന്നും നമുക്കില്ല. നമ്മളത് ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് നമ്മളെ തോട്ടം നനച്ചുകൊണ്ടിരിക്കും. അത് എല്ലാ ദിവസവും വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ അതിലേക്ക് വെള്ളം ചാടും. ഇത് ഓവർഫ്ലോ വന്ന് ഒരു വലയുടെ ഉള്ളിൽ കൂടി വെള്ളം ചാടി അതിലെ അഴുക്കുകളും മറ്റുമൊക്കെ നമ്മളെ കൃഷികൾക്ക് ഒരു വളമായിട്ട് പോകും. ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള തെങ്ങുകളൊക്കെ നല്ല രീതിയിൽ കായ പിടിക്കുന്നു. കഴുകും മോശമില്ല, കുരുമുളകും മോശമില്ല. പിന്നെ ഇത് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ ഇതിൻ്റെ വെള്ളങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കായ പിടിക്കും. നമ്മൾ ഓൾറൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവിടേക്കൊക്കെ എത്തി ഒരു ദിവസം അങ്ങോട്ടൊക്കെ കയ്യെത്തിപ്പെടുമ്പോഴേക്കും ഒരു ദിവസം അങ്ങോട്ട് കടന്നു പോകും. ദിവസം കടന്നു പോകുന്നത് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ പച്ചക്കറി ഉണ്ടാക്കുന്നതൊക്കെ നമ്മളിവിടെ കാണിക്കാം ഈ വീഡിയോയിൽ. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം മീനിൻ്റെ കുളമൊക്കെ നമ്മൾ ഇതുപോലെ പടുതാക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ പമ്പ് സെറ്റുകളൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ വെള്ളം ഒഴുക്കി വിട്ടാൽ തന്നെ മീനുകൾ നല്ല രീതിയിൽ വളർച്ചയുണ്ടാകും, നല്ല തീറ്റ എടുക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1 കിലോ, 1.25 കിലോ, 1.5 കിലോനൊക്കെ ഓരോ വരാലുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് ഈ രീതിയിലുള്ള വളർത്തലിലൂടെയാണ് അതൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മളെ പറമ്പിലെ കഴുങ്ങിന് തെങ്ങിനൊക്കെ നല്ല രീതിയിൽ വളമാവും. നമ്മളെ വെള്ളത്തിന് എക്സ്ട്രാ പമ്പുകളൊന്നും വേണ്ടതാണ്. അപ്പോൾ അതും കൂടി പറയാനാണ് ഇന്നത്തെ വീഡിയോ നമ്മളുമായിട്ട് വന്നിട്ടുള്ളത്.